ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. സോറി, ഇന്ന് കുറച്ച് ലേറ്റായി പോയിട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ അവർണിക അടുത്ത് പറയുന്നുണ്ട് ഗോവിന്ദ്, അവർണിക അടുത്ത് രഘുരാമൻ്റെ അടുത്ത് നിങ്ങളൊരു 2 ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട്, തീരുമാനം പറയാം, എന്തായാലും അനുകൂലമായിട്ടുള്ള തീരുമാനം ആയിരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗീതുവിനെ കാണുമ്പോൾ അവർണിക ഓടി ഗീതുവിൻ്റെ അടുത്ത് പോവാണ്. ഗീതു ആ സമയത്ത് മനസ്സിൽ വിചാരിക്കേണ്ട, ഈശ്വര അവർണിക വന്നത് എന്തിനാ, സത്യങ്ങൾ എന്തിനാ അറിഞ്ഞിട്ടായിരിക്കോ എന്നാലോചിച്ചിട്ട് ഗീതുക്ക് ആകെ ടെൻഷനാവാണ്ടോ. പക്ഷെ അവർണിക ഗീതുവിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഗീതുവിനെ അന്വേഷിച്ചായിരുന്നു, അച്ഛനെന്തോ സുഖമില്ല എന്ന് പറഞ്ഞത്, ഗോവിന്ദ് സാർ പറഞ്ഞ അച്ഛനെന്തോ സുഖമില്ലെന്ന്, ഇപ്പോൾ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുഴപ്പമൊന്നും ഇല്ല അവർണിക എന്ന് പറയുവാണ്. എന്നാൽ ഗീതു ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ വിളിച്ചിട്ട് പുറത്ത് പോകട്ടെ അവർണിക. അതിനുശേഷം അവർണിക പറയുന്നുണ്ട് ഗീതുവിൻ്റെ, അതായത് കിഷോർ വരുത്തി വെച്ച ആ ഒരു കടക്കെണിനെ കുറിച്ചൊക്കെ പറയുവാണ്. അവനൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്, പക്ഷെ അതൊരു ഡ്രഗ്സ് അഡിക്റ്റ് ആൾക്കാരുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതിൻ്റെ പേരിൽ അവനും ഇപ്പോൾ ജയിലിലാണ്. അത് അവിടുന്ന് റിലീസാക്കുന്ന തന്നെ കോടിക്കണക്കിന് രൂപ ഞങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കേണ്ട പൈസയൊന്നുമില്ല. അതുകൊണ്ട് സ്ഥാപനം വിൽക്കാൻ പോവാണ്. ഗോവിന്ദ് സാറിന് ആ സ്ഥാപനം വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. മാത്രമല്ല നാളൊരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് പാർട്ട്ണർഷിപ്പിൽ ഏൽക്കാലോ. അതുകൊണ്ടിട്ടാണ് ഗീത ഒന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് ഇതിൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക ഗീതിൻ്റെ കാല് പിടിക്കാൻ പോകുമ്പോൾ അവർണിക എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നീ എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയത്തേക്ക് അവർണിക പൊട്ടിക്കരയുവാണ്. ഗീത സമാധാനിപ്പിക്കുന്നുണ്ട്. ഗോവിന്ദേട്ടനിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസത്തിൽ മറുപടി പറയാന്നാ പറഞ്ഞത്. എന്തായാലും ഗീതു കൂടെ ഒന്ന് ഇടപെടണം. ഗീതും കൂടി ഇടപെടുവാണെങ്കിൽ ഗോവിന്ദ് സാർ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, നമ്മുടെ കമ്പനി വാങ്ങിക്കും. അങ്ങനെ വിശ്വസ്തരായിട്ട് ഒരാളെ മേടിക്കുമ്പോൾ നമുക്കൊരു സമാധാനം. എൻ്റെ അച്ഛൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നവും ഒരു സന്തോഷവും ഇതൊക്കെയാണ് ആ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഗീതു പറഞ്ഞ് നമുക്ക് നോക്കാം. എന്തായാലും അവർണിക പോകുന്നത് ഫ്രഷപ്പായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഗസ്റ്റ് റൂമിലേക്ക് അവർണികനെ വിടുവാട്ടോ. അതിനുശേഷം നമ്മുടെ മഹേഷ് എന്ന് പറയുന്നുണ്ട്, എന്നാൽ ശരി ഗോവിന്ദെ, തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർണികനെയും രഘുരാമിനെയും കൂട്ടിക്കൊണ്ട് പോകുവാട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെ വിജയലക്ഷ്മി വിളിക്കുവാണ്. വിജയലക്ഷ്മി വിളിക്കുമ്പോഴേക്കും ഗീതു പറയട്ടെ, എനിക്ക് മോളൊന്ന് കാണണമെന്ന്. ഇപ്പോൾ കേരളത്തിലെന്ന് പറയുമ്പോൾ ആണോ കേരളത്തിലുണ്ടോ, അത് ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, മോൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ വരാലോ, എനിക്കും മേഡത്തിനോ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുവാണ്. അങ്ങനെ ഗീതു സ്കൂട്ടി എടുത്തുകൊണ്ട് പോകാൻ പോകുമ്പോൾ ഗോവിന്ദ് വേഗം ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ വീട് വരെ പോവാ. വീട് വരെയോ, അതിപ്പോൾ അവിടെ നിന്ന് വന്നല്ലേ ഉള്ളൂ. ഞാൻ വരുമ്പോൾ അച്ഛനെ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ഇപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അമ്മ വിളിച്ചിരുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം എന്ന് പറയുവാണ്. അപ്പം ഗോവിന്ദ് പറഞ്ഞത്, ഞാൻ നിന്നെ കാറിൽ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ സ്കൂട്ടിക്ക് പോയിക്കോളാം. അയ്യോ നിങ്ങളൊരു വലിയ പ്രതിജ്ഞ എടുത്തായിരുന്നല്ലോ, നിങ്ങളുടെ കാറിൽ ഒരിക്കലും എന്നെ കയറ്റില്ലെന്ന്. ആണുങ്ങളായാലേ പ്രതിജ്ഞ മാറ്റാൻ പാടില്ല. ഇപ്പം എന്ത് പറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാറിൽ കയറ്റണമെന്ന് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് ഗോവിന്ദ് ഇങ്ങനെ തപ്പുവാട്ടോ. കാരണം ഗോവിന്ദിൻ്റെ ഒരു പ്രണയം ഇപ്പോഴും ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അത് സമ്മതിക്കാനും പറ്റുന്നില്ല ഗോവിന്ദ്. അപ്പോൾ അത് പിന്നെ വേറെ ഒന്നും ഇല്ല, അങ്ങനെ ഇങ്ങനെ തപ്പി പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്തായാലും പ്രതിജ്ഞ ഒന്നും തെറ്റിക്കേണ്ട, ഞാൻ സ്കൂട്ടിക്ക് തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് ഗീതു നേരെ പോണത് വിജയലക്ഷ്മിയുടെ അടുത്തേക്കാണ്. വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോയ ഗീതു നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിനെ കാണുമ്പോൾ തന്നെ ആ മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മല്ലികേനെ വിജയലക്ഷ്മി 2 കോഫി മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി നിലത്തേക്ക് അയക്കുവാട്ടോ. വാതിലടച്ചേക്കാൻ പറയാണ്. ആ സമയത്ത് നമ്മുടെ ഗീതു കിഷോറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിജയലക്ഷ്മി തുറന്നു പറയാണ്. കിഷോറിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, അവൻ ഇപ്പോഴും ഞാൻ മനസ്സറിഞ്ഞ് ശപിച്ചിട്ടില്ല മേഡം, അവൻ എന്നെ ചതിച്ചപ്പോഴും ഞാൻ അവനെ മനസ്സറിഞ്ഞ് ഇതുവരെ ശപിച്ചിട്ടില്ല. പക്ഷേ ദൈവമായിട്ട് ഇപ്പം അവൻ അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ ഭാര്യ എന്നെ കാണാമെന്ന് പൊട്ടിക്കരഞ്ഞതിന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്പനിയൊക്കെ അവൻ കാരണം പൂട്ടിപ്പോകാൻ പോകണം. അവർ വലിയൊരു കടക്കിണിയിലാണ്. എനിക്കറിയില്ല അവരെ സഹായിക്കണോ അതുപോലെ തന്നെ അവരെ സഹായിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. എന്തായാലും ദൈവമായിട്ട് എനിക്ക് തന്നൊരു അവസരമാണ് മേഡം ഇത്. കിഷോറിന് ഒന്നില്ലെങ്കിൽ എനിക്ക് ഇതോടുകൂടി തന്നെ ജയിലിൽ തന്നെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പനി ഗോവിന്ദേട്ടൻ മേടിക്കും എന്നും എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പൊട്ടിക്കരയുവാട്ടോ. ഞാനൊന്ന് കരഞ്ഞോട്ടെ മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നുണ്ട് ഗീതു. ശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട്, മോളെ നമ്മളിപ്പോൾ ഒരാളെ ശപിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളൊന്ന് വേദനിച്ചാലുണ്ടല്ലോ, അത് സത്യസന്ധമായിട്ടുള്ളൊരു വേദനയാണ്. ഒരു വിഷമമാണെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ഡയറക്റ്റ് ഇടപെടും. ഇപ്പോൾ കിഷോറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചേക്കണം അത് തന്നെയാണ്. മോളിൽ കണ്ണീരിൻ്റെ ആ ഒരു ഇത് ദൈവത്തിന് ശരിക്കും ദൈവം തന്നെ ഇടപെട്ടിട്ടാണ് കിഷോറിനെ മോളെ ചതിച്ചതിന് ആ ഒരു കൂലി ഇപ്പം കൊടുത്തിരിക്കുന്നത്. മോളൊന്ന് നന്നായിട്ടൊന്ന് കയറാം, മോളുടെ വിഷമമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുവാണ്. മോൾക്കറിയാവോ ഇതുപോലത്തെ ഒരു ചതി എനിക്കും പറ്റിയിട്ടുണ്ട് വേറൊരു രീതിയിൽ. ആ ചതിച്ച ആൾ എൻ്റെ കാലിൽ വന്ന് മാപ്പ് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. മോൾക്ക് എന്തായാലും ഇത്ര പെട്ടെന്ന് തന്നെ ചതിച്ച ആളുടെ ആ ഒരു അധപതനം കാണാൻ സാധിച്ചല്ലോ. മോളുടെ കൂടെ ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.